ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് തൊട്ടൊരു ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കേശവർദ്ധിനിയുടെ ഇലയാണ്. നമുക്കിത് വെച്ച് കേശവർദ്ധിനിയുടെ ഹെയർ ഓയിൽ നമുക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. എനിക്കാണെങ്കിൽ നല്ലതുപോലെ മുടി കൊഴിച്ചിലും താരനും ഒക്കെ ഉണ്ട്. അപ്പം ഇത് കേശവർദ്ധിനിയുടെ ഇല വളരെ നല്ലതാണെന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടി കേശവർദ്ധിനി എടുത്തിട്ടുണ്ട്. കേശവർദ്ധിനി ഇലയെല്ലാം നമ്മൾ പിച്ചിയെടുത്ത് വെക്കണം. പിന്നെ വീട്ടിൽ തന്നെ പനിക്കൂർക്കയുടെ ഇല ഉണ്ടായിരുന്നു. പിന്നെ ഇലയെല്ലാം പിച്ചി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാണ് കേട്ടോ. എങ്ങനെ വരും എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ കുരുമുളകും ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ചെയ്യുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മിക്സ് എടുത്ത് ചൂടെണ്ണയിലോട്ടിടും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് എന്താകും എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഉപയോഗിച്ചവരെല്ലാം നല്ല റിസൾട്ടാണ് അവർക്ക് കിട്ടിയേക്കുന്നത്. യൂട്യൂബിലെല്ലാം കുറേ വീഡിയോസ് എല്ലാം ഉണ്ട്. കേശവർദ്ധിനി നിന്ന് അടിച്ചു നോക്കിയാൽ അറിയാം. പിന്നെ നമ്മൾ ഈ എണ്ണയിലോട്ട് കുരുമുളകും ഗ്രാമ്പും കൂടി ചതച്ചിടും. ചിലർക്കൊക്കെ നീർക്കെട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ചതച്ചിടുന്നത്. പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹെയർ മാസ്കും കൂടി ചെയ്യണം. എന്തെങ്കിലും മാസ്ക് ഇടുന്നത് മുരിങ്ങയില വെച്ചോ കരിയാപ്പിൻ്റെ ഇല വെച്ചൊക്കെ നമുക്ക് മാസ്ക് ട്രൈ ചെയ്യാം. അങ്ങനെ എണ്ണ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എണ്ണ കുറച്ച് വറ്റും കേട്ടോ. നമ്മൾ എടുത്തത്രയും എണ്ണ കാണത്തില്ല. നമ്മൾ ചെറിയ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എണ്ണ വറ്റി വന്നിട്ടുണ്ട്. ഇതിനൊരു പാകമുണ്ട്. കരിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ എണ്ണയെല്ലാം എടുത്തിട്ടുണ്ട്. അത് നല്ലൊരു വെള്ളം ഒന്നും ഇല്ലാത്തൊരു പാത്രത്തിലോട്ട് ചെറിയൊരു തുണിയുടെ കഷ്ണം എടുത്ത് നമ്മളിത് അരിച്ചെടുക്കാൻ പോവാണ്. ഒരു ചെറിയ പൊടി ഉണ്ടല്ലോ, ആ പൊടിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ എണ്ണ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം കൂട്ടുകാരോടൊക്കെ പറയുന്നതായിരിക്കും. ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആഴ്ച 3 ദിവസമാണ് ഇത് പുരട്ടേണ്ടത്. താരനൊക്കെ നല്ലതുപോലെ പോയി കിട്ടും. പിന്നെ മുടിയൊക്കെ ചിലർക്ക് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷമുള്ള റിസൾട്ടാണിത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.